ഹായ് നമസ്കാരം പ്രിയമുള്ളവരെ. ശരിയാണ്. ഇന്ന് രാത്രി അത്ഭുതകരമായിട്ട് ഒരു കുടുംബം ഇന്നലെ ഒരു വലിയ കാറ്റും മഴയത്തും ഒരു മരം കടപുഴകി വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട നമ്മുടെ കമ്പിമോട്ടയിലെ മൂർത്തിയുടെ ഭവനത്തിലാണ്. അപ്പം ഞാൻ ഇപ്പം ഇന്ന് ഒത്തിരി പേര് ഇവിടെ കടന്നു വന്നിട്ട് പോയി, വേറെ അത്യാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ കടയിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രിയ തൊട്ട് താഴത്തെ ജിമേ ടീച്ചറും അവരും പിന്നെ നമ്മുടെ അലക്സുമാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വീടിൻ്റെ സ്ഥിതി. പ്രത്യേകിച്ച് ഞാൻ ആ വീട്ടിലെ അണ്ണൻ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥരെ കാണാൻ പോവുകയാണ്. ആ ചേച്ചിയെ ഞാൻ കാണിക്കാം. ചേച്ചി ഇപ്പോൾ ഹാർട്ട് പേഷ്യൻ്റായിട്ട് 7 മാസമായി. അപ്പം ഇതാണ് അക്കയുടെ പേര് ഭഗവതി അല്ലേ? അക്ക വന്ന് അവർ രണ്ടുപേരും ഇവിടെ താമസിക്കുകയാണ്. പക്ഷേ എന്നാൽ രാത്രി എങ്ങനെയൊക്കെ സംഭവിച്ചത്? കുറച്ചുകൂടെ കിടത്തു നിങ്ങൾ കേൾക്കാമല്ലോ. വലിയ സൗണ്ടായിട്ട് ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ പോയപ്പോൾ സീറ്റൊക്കെ പൊട്ടി താഴെ ദൈവമേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് കയറി വന്നു. എന്നും അവിടെയാ കിടക്കുന്നതാണ്. അത് ഞാൻ എനിക്ക് വന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു വിഷമവും പിന്നെ പ്രത്യേകിച്ച് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും അത് പെട്ടെന്നൊരു അടിയന്തരപരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. അത്യാവശ്യം വില്ലേജ് ഓഫീസറും അതുപോലെ നമ്മുടെ പെരുവട് ഗ്രാമപഞ്ചായത്തിൻ്റെയും പിന്നെ കീഴിലുള്ള പിന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഇതിന് തക്കതായിട്ടുള്ള ഉടനെ ഒരു പരിഹാരം കണ്ടെത്തുവാണെങ്കിൽ വളരെ ഉപകാരം. കാരണം ഇവർ ഹാർട്ട് പേഷ്യൻ്റ് ഹാർട്ട് ഓപ്പറേഷനായിട്ട് അവർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതിനും സാമ്പത്തികമായിട്ട് അത്യാവശ്യം ധനസഹായത്തിന് വേണ്ടിയൊക്കെ ഒരു കരുതലിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ ആശ്രയിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഇടിവെട്ടി വേണ്ടി പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് പോലെയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ ദുരവസ്ഥ വളരെ ഭയാനകരവും വിഷമകരവും നമ്മുടെ നാടിനെ ഞടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിപ്പോയി. എന്തായാലും ആ സംഭവത്തിൽ ഞാനും വിഷമമുണ്ട്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്നൊരു പണിയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇത് കാര്യങ്ങളായിട്ടുള്ള രീതിയിൽ അതൊരു കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ വന്ന് എല്ലാ നാട്ടുകാരെല്ലാം വന്ന് കാര്യങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്, കൈകാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ചേർന്ന് ഇപ്പം ഒരു ഉദ്യോഗസ്ഥരെ കാണാൻ പോയിരിക്കുകയാണ്. എന്തായാലും തക്കതായിട്ടുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. പേടിക്കേണ്ട, ദൈവം നിങ്ങളെ സംരക്ഷിക്കും. എന്തായാലും അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തില്ലോ, അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കരയണ്ട, ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. ഓപ്പറേഷനൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ നടക്കും. അത്യാവശ്യം വീഡിയോ കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഈ വീട്ടിലെ അണ്ണൻ്റെ പേര് മൂർത്തി എന്ന് പറഞ്ഞ അണ്ണനാണ്. അക്കായി രണ്ടുപേരേ ഇവിടെ ഉള്ളൂ. എന്തായാലും ഞങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ പോലെ കരുതി കേട്ടോ. അതുകൊണ്ട് ഒന്നുമില്ല, അതായത് പ്രാർത്ഥിക്കാം, സഹായിക്കാം, സഹകരിക്കാം. നമ്മളിത് അണ്ണാ ഇത് വലിക്കുന്ന പറയുങ്ങളാ ആണോ? കയറ ആ അത് മണ്ട കയറത്തില്ലാണ് ഒരു കാര്യം ആണത് നോക്കി നിൽക്കണം അവിടെ.